വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് മേജർ ബ്ലെസ്സിങ്സ് ഓഫ് യേഴ്സ്. നിങ്ങളുടെ മേജർ ബ്ലെസ്സിങ്സ് ആണ്. എന്തൊക്കെ സംഭവിക്കാൻ, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്, ഈ ജൂൺ മാസത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ജൂൺ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും വരിക. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. Major blessings of June month. What are the major blessings? What you need to hear right now? Two of Wands അകത്തിരിക്കുന്നത്. ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ വിദൂരത്തിലാണ്. എനിക്ക് അത്രയും പെട്ടെന്നൊന്നും അത് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് അത്രയും ദൂരത്തിലാണ്, എനിക്കിപ്പോൾ ഈ അടുത്തൊന്നും അത് നടക്കത്തില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരുന്ന ഒരു കാര്യം. അതായത് എനിക്കത് ഒരിക്കലും ഇപ്പൊന്നും നടക്കില്ല, കുറേ ടൈം എടുക്കും, അല്ലെങ്കിൽ കുറേ കാലം എടുത്തു, കുറേ സമയമെടുത്ത് നടക്കാൻ പോകുമെന്ന് നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ ജൂൺ മന്ത് സംഭവിക്കാൻ പോവുകയാണ്. ഈ ജൂൺ മാസം 30th ആ കാര്യം സംഭവിച്ചിരിക്കും. ഓക്കെ, ജൂൺ മാസം 30th അല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 30th ആ കാര്യം സംഭവിച്ചിരിക്കും എന്നുള്ളത് സത്യമാണ്. നിങ്ങളത് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ആ കാര്യം എന്തുകൊണ്ട് എനിക്ക് മാത്രം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ആഗ്രഹിച്ച് ഇങ്ങനെ തന്നെയാണ്, എത്ര കാലം കൊണ്ടാണ് ഞാനിത് ചിന്തിക്കുന്നത്,
അതിനെപ്പറ്റി നിങ്ങൾ എന്നും ആലോചിക്കാറുണ്ട്, എന്നും സങ്കടപ്പെടാറുണ്ട്. കൂടുതലും രാത്രി സമയങ്ങളിൽ നിങ്ങൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നൊക്കെ ഇതിങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടും. എനിക്കത് ഭയങ്കര വിദൂരതയിലാണ്. അതായത് എനിക്ക് അത് പിടിക്കാൻ പറ്റാത്ത അത്ര പോലും ദൂരത്തിലാണ് അതിരിക്കുന്നത്. അതൊരു കാരണവശാലും എനിക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഈ അടുത്തൊന്നും പറ്റത്തില്ല. പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഈ അടുത്തൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച ഒരേ ഒരു തിങ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. ദാറ്റ്സ് വൺ ഓഫ് ദി മേജർ ബ്ലെസ്സിങ് ഓഫ് യേഴ്സ്. നിങ്ങളുടെ മേജർ ബ്ലെസ്സിങ്, ജൂൺ മന്തിലെ മേജർ ആയിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആണ് ദാറ്റ്സ്. കുറേ പേർക്ക് അതൊരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. കുറച്ച് പേർക്ക് അതൊരു വഴക്കായിരിക്കാം. 2 ഫ്രണ്ട്സ് തമ്മിലുള്ള അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പ് തമ്മിലുള്ള വഴക്കായിരിക്കാം. അത് തീർന്ന് നിങ്ങൾ ഹാപ്പി ആകുന്നതായിരിക്കാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ലവറുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കാം. കുറേ പേർക്ക് കരിയറിൽ പ്രമോഷൻ കിട്ടുന്നതായിരിക്കാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കരിയറിൽ, നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങളുടെ കരിയറിൽ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. നിങ്ങളെ ലീഡ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും കാര്യത്തിൻ്റെ തലപ്പത്തിലേക്ക് എടുത്തിടുന്ന ഒരു എനർജി കൂടെ കാണുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നു. നിങ്ങളതിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അപ്പോൾ വരെ നിങ്ങൾ ചിന്തിച്ചിരുന്നത് എനിക്ക് ഈ കാര്യം വിദൂരതയിലാണ്, എനിക്ക് ഈ കാര്യം വിദൂരമാണ്, എനിക്ക് അടുത്തൊന്നും ഇത് സംഭവിക്കത്തില്ല. പക്ഷെ യൂണിവേഴ്സിൻ്റെ കളി നോക്കൂ മക്കളെ, യൂണിവേഴ്സിൻ്റെ ആ ഒരു അനുഗ്രഹം നോക്കൂ. മൂപ്പരെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിസ്സാരമാണ്, ഇതൊന്നും ചിന്തിക്കരുത്. അവരൊക്കെ ഭയങ്കര ശക്തിയുള്ളവരാ. തമാശ കളിയല്ല ഇതൊന്നും. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഫസ്റ്റ് ഈ 2 കാർഡ്സാണ് വേണത്. ഓക്കെ, കണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ ഈ ഒരു കാര്യം സംഭവിക്കുന്നു കുറേ പേർക്ക്. ആൻഡ് കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ജോബിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, പുറത്തോട്ട് വിദേശത്തോട്ട്, ഒരു ലക്ഷദ്വീപ് അല്ലെങ്കിൽ ദുബായ്, അങ്ങനത്തെ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോകാനും അങ്ങനെ വിദേശത്തോട്ടൊക്കെ പോകാനുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് എനിക്ക് കാണുന്നില്ല. നിങ്ങളത് വളരെ സംശയത്തോടു കൂടി ഞാൻ പോയാൽ എങ്ങനെയാണ് ശരിയാവുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയാൽ ശരിയാവില്ല, പോയാൽ നല്ലതല്ല, അങ്ങനത്തെ കുറേ കൺസെപ്റ്റ് വെച്ച്, കുറേ മിഥ്യാധാരണകൾ വെച്ച് നിങ്ങൾക്ക് മുന്നിൽ വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ നീട്ടപ്പെടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ തട്ടിമറിച്ചിട്ട് എനിക്കിതൊന്നും വേണ്ട എന്നും പറഞ്ഞ് കൈ കെട്ടിയിരിക്കുന്ന ഒരവസ്ഥ. ദാറ്റ്സ് യു ഗൈസ്. പൊട്ടത്തരമാണെന്നേ ഞാൻ പറയൂ, പൊട്ടന്മാരാണെന്നേ ഞാൻ പറയൂ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ മുമ്പിൽ നീട്ടപ്പെടുന്ന അവസരങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ, മുന്നിൽ വന്ന മഹാലക്ഷ്മീനെ തട്ടിക്കളഞ്ഞാൽ ചൂലുകൊണ്ട് അടിച്ചിറക്കാന്ന് കേട്ടിട്ടില്ലേ? മുന്നിലേക്ക് വരുന്ന മഹാലക്ഷ്മീനെ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചിറക്കാന്ന് പറയും ചില സിനിമകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ മുന്നിലേക്ക് പൈസ കൊണ്ടുവരുന്ന മഹാലക്ഷ്മിയെ കുറ്റിച്ചൂല് വെച്ച് അടിച്ചിറക്കുന്ന ഒരു പാട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് തോന്നും ചെയ്യാനുള്ള കാര്യങ്ങൾ, പോകാനുള്ള കാര്യങ്ങൾ, ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻസോട് കൂടി ചെയ്ത് തീർക്കണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ പണം വേണം, മണി വേണം, ദുട്ട് വേണം. അപ്പോൾ ഈ ദുട്ട് കിട്ടാനായിട്ട് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടാൻ തന്നെ വേണം. അല്ല നിങ്ങൾ വെറുതെ ഇരുന്ന് ആരും കൊണ്ട് കയ്യിൽ തരുമൊന്നുമില്ല.
ഇപ്പോൾ കുറേ പേര് ഒരു ടാരറ്റ് റീഡും വെച്ച് കുറേ ഇതും വിരിച്ച് വെച്ചിട്ട് ഇരുന്നാൽ മതി, കാശ് ഇങ്ങനെ വരുമെന്ന്. തേങ്ങയാണ്. ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ട്. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ക്യാമറ സെറ്റപ്പ്, ഇങ്ങനെ കറക്റ്റ് ഇതിൽ കിട്ടണം, കറണ്ട് പോകാത്ത അവസ്ഥ നോക്കണം, നമുക്ക് വെളിച്ചമൊക്കെയുള്ള ഒരു സെറ്റപ്പ് വേണം. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നെറ്റ് ചില്ലറ സമയം എന്നല്ല, ഒരു വീഡിയോ 49 മിനിറ്റ് 20 മിനിറ്റ് 50 മിനിറ്റൊക്കെ വരും. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് വരണമെങ്കിൽ എത്ര സമയം എടുക്കും, അതിന് എത്ര നെറ്റ് വേണം. നമ്മൾ ലോക്കലായിട്ട് 200 രൂപ 300 രൂപയ്ക്ക് റീചാർജ് ചെയ്യണ ആ ഒരു റീചാർജ് വെച്ചിട്ട് ഈ നെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 1 GB 2 GB ഒക്കെ നിമിഷം നേരം കൊണ്ട് പോകും. അപ്പോൾ അതിന് പ്രത്യേക നെറ്റ് കണക്ഷൻ, വൈഫൈ കാര്യങ്ങൾ വേണം. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്നത് വെറുതെ വിരിച്ചിരുന്ന് കുറേ റീഡ് ചെയ്താൽ മതി, പൈസ കിട്ടുമല്ലേ, വാരല്ലേ. എന്നിട്ടും ഇതൊക്കെ ചെയ്തിട്ടും വ്യൂസ് കുറവ്. ഇത്രയധികം ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ വ്യൂസ് കുറവ്. ചില വീഡിയോസിന് മാത്രം നല്ല വ്യൂസ്, ചില വീഡിയോ നിങ്ങൾ ആഗ്രഹിച്ച് ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യാൻ ചോദിച്ചു ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ ആ വീഡിയോ മൂൺ ഗോഡസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പോയി നോക്കുക. വീഡിയോയുടെ എല്ലാം മൂൺ ഗോഡസ് ചാനലിൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ലിങ്ക്. ഇതുവരെ ആരും അത് പോയി കണ്ടിട്ടില്ല. ഇപ്പോൾ 400-500 പേരെ കൂടെ അത് കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്, അതിന് വ്യൂസ് ഇല്ല. അപ്പോൾ അതുപോലെയാണ് ഓരോ കാര്യം. അപ്പോൾ ഈ വ്യൂസ് എന്ന് പറഞ്ഞാൽ 100 വ്യൂസിന് $1000 അങ്ങനെയല്ല, വളരെ തുച്ഛമായിട്ടുള്ള ഡോളറാണ് കയറുക. അത് മോണിറ്റൈസേഷൻ ആയി ഒരുപാട് കഴിഞ്ഞ്, മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എന്ന് നിങ്ങളുടെ ഈ ലക്ഷങ്ങൾ ഒന്ന് കുമിഞ്ഞു കൂടുകയൊന്നുമില്ല, വളരെ തുച്ഛമായിട്ടുള്ള ഈ ചെയ്യുന്ന സെറ്റപ്പിനുള്ള പൈസ തന്നെയും നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതാലോചിക്കുക, ഒരാളെ പുച്ഛിക്കുമ്പോൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതിനനുസരിച്ച് ഇനീഷ്യേറ്റീവ് എടുത്തെങ്കിലേ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ നല്ലൊരു ഇൻപുട്ട് കൊടുത്ത് കുറേ കാലം പരിശ്രമിച്ചാലേ. ഇപ്പം ഞാനിങ്ങനെ ഇൻപുട്ട് എടുത്ത് ഒരുപാട് കാലം വർഷങ്ങളോളം പരിശ്രമിച്ച് ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ സെറ്റപ്പാവും. ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് പോവുകയാണെങ്കിൽ 4-5 വർഷമൊക്കെ മിനിമം എടുക്കും ഒന്ന് സെറ്റപ്പായി വരാൻ, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടി തുടങ്ങാൻ. അതുവരേക്കും മൂക്കിൽ വലിയ മുളയ്ക്കും ആവും. അപ്പോൾ അതുപോലെ നമ്മൾ ഇൻപുട്ട് എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനുള്ള നല്ലൊരു റിസൾട്ടും ഔട്ട്പുട്ടും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഒരു സെൻറ്റൻസ്. ആൻഡ് നിങ്ങൾക്കൊരു റീയൂണിയൻ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുമായി. ഞാൻ പറഞ്ഞല്ലോ, ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന മേജർ വൺ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലെസ്സിങ്, വൺ ഓഫ് ദസ് ലവ് റിലേഷൻഷിപ്പ്, കരിയർ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. കൂടാതെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, തള്ളിക്കളയാതെ ബെറ്ററായി മുന്നോട്ട് നീങ്ങാൻ. ജസ്റ്റ് റീയൂണിയൻ, ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. നിങ്ങൾ ഒരു പാർട്ടി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. പാർട്ടീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ റീയൂണിയനാണ് കൂടുതലും കാണുന്നത്. റീയൂണിയൻ സംഭവിക്കുന്നു, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയൻ. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു എയിം ചെയ്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ജൂൺ മാസത്തിൽ ചിലർക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ കടം കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ കിട്ടാനുള്ളതോ ആയിട്ടുള്ള ചില പൈസകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത്. ആൻഡ് ലോണിന് അപേക്ഷിച്ചിട്ടുള്ള കുറേ പേർക്ക് ലോൺ കിട്ടുന്നു. നിയമപരമായിട്ട് കോർട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലോ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അതിനൊരു ജസ്റ്റിസ്, നീതി, നിങ്ങളുടെ ഭാഗത്ത് നീതി ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് കിട്ടാക്കടമായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പൈസകൾ, കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ചിലർക്ക് വളരെ 5% ആളുകൾക്ക്, 5% വളരെ കുറവ് ആളുകൾക്ക് ലോട്ടറി അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വലിയ എമൗണ്ട് ഒന്നുമല്ല, ചിലപ്പോൾ ഒരു 5000 6000 അങ്ങനെയൊക്കെ ആ ലെവല്, അല്ലെങ്കിൽ 1000 വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ലോട്ടറി എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോട്ടറി ചാൻസ് ഉള്ളവരൊക്കെ എടുത്തോളുക. ആൻഡ് ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ചുമന്ന്, നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ, വേദനകൾ, സങ്കടങ്ങൾ എല്ലാം ചുമന്ന് നിങ്ങൾ മുന്നോട്ട് നീന്തി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇനി അത് സഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൂട്ടിന് ഒരാൾ കിട്ടുന്നു. ആ ഭാരത്തിൻ്റെ കാഠിന്യം കുറച്ച് കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ നിങ്ങളാൽ തന്നെ
കണ്ണ് കെട്ടപ്പെട്ട അവസ്ഥ, നിങ്ങൾ നിങ്ങളുടെ കൈയും കാലും നിങ്ങളാൽ തന്നെ കെട്ടിയിട്ടേക്കണ അവസ്ഥ നിങ്ങളൊന്ന് മാറ്റി വെക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. അല്ലാതെ അയ്യോ ഞാനൊന്നും സ്വീകരിക്കില്ല എന്നും പറഞ്ഞ് കൈ ഇതായത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് നിങ്ങളിരിക്കുന്നത്. ആ ഒരു പൊസിഷൻ മാറ്റുക, ആ ഒരു പോസ്റ്റർ മാറ്റുക, പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം വരുന്നുണ്ട്, ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നന്നായിട്ട് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ജൂൺ മന്ത് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. സോ ഗോഡ് ഓർ യൂണിവേഴ്സ് വിത്ത് യു. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ അവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊരു സംശയവും വേണ്ട. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. ഒരു കാര്യത്തെയും ആലോചിച്ച് ടെൻഷൻ അടിക്കുക, വിഷമിക്കുക, അല്ലെങ്കിൽ ഇനി എങ്ങനെയാവും അതെങ്ങനെയാവും എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും അതുപോലെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് പോവുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ഒന്നും അട്രാക്റ്റ് ചെയ്യണ്ട കേട്ടോ. ആൻഡ് ഇത് അഫേം ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അഫേം ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഹാവ് എ നൈസ് ഡേ. ബൈ.